പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ച, ഇന്നത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് AEW വേൾഡ് ചാമ്പ്യനായ MJF ബ്ലഡ് ലൈനിലെ മെമ്പറും റോമൻ റെയിൻസിൻ്റെ കസിനുമൊക്കെയായ സില ഫാറ്റുവിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തേക്ക് വന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഹൗസ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ കൊടുത്തതാണ് യഥാർത്ഥത്തിൽ MJF. അപ്പോൾ MJF പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് ബ്ലഡ് ലൈനിലെ റോമൻ റെയിൻസ്, ജെ ഊസോ തുടങ്ങിയ റെസ്ലേഴ്സിൻ്റെ പേരൊക്കെ എടുത്ത് സില ഫാറ്റുവിനെ കളിയാക്കുന്ന MJFൻ്റെ വാക്കുകളാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ സില ഫാറ്റുവിനെ സംബന്ധിച്ച് പിന്നീട് ആരാധകർക്ക് വന്നൊരു സംശയം, MJFൻ്റെ ഈ ഒരു ചലഞ്ച് സില ഫാറ്റുവുമായിട്ടുള്ള മത്സരം കൊണ്ടുപോകുന്നത് സില ഫാറ്റുവിൻ്റെ AEWയിലേക്കുള്ള ഡെബ്യൂവിന് വേണ്ടിയിട്ടായിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും നമുക്ക് പുറത്തേക്ക് വരുന്നതായി കിട്ടിയിട്ടില്ലെങ്കിലും MJFനെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ സില ഫാറ്റുവിനെ ഉപയോഗിച്ചുകൊണ്ട് കാണികളെ AEW ഷോയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ടോണി ഖാന് മനസ്സിലായാൽ സില ഫാറ്റുവിൻ്റെ മുന്നിൽ AEW ഒരു വാതിൽ തുറക്കാനുള്ള സാധ്യത ഈ ശനിയാഴ്ച ഈ മത്സരത്തിലൂടെ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ സില ഫാറ്റു വേഴ്സസ് MJF തമ്മിലുള്ള മത്സരം AEWന് പുറത്ത് AEW വേൾഡ് ടൈറ്റിലിന് വേണ്ടിയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും സില ഫാറ്റുവിൻ്റെ തന്നെ കരിയർ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മത്സരമായി അത് മാറാൻ സാധ്യതകൾ ഏറെയാണ്. സില ഫാറ്റു AEWയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, മുൻ WWE വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആയിരുന്ന ഐക്കോണിക്സ് എന്ന് പറയുന്ന ടീം ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് അറിയപ്പെടുന്ന ടാഗ് ടീം AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ AEWൻ്റെ ഹൗസ് റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് ഇവൻറ്റ് ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ ഓസ്ട്രേലിയൻ റെസ്ലേഴ്സാണ് ഇവർ. അപ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഡെബ്യൂ ആണ് നടത്തിയത്. ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു മൾട്ടി ഇയർ ഡീലാണ് AEWയുമായിട്ട് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ടീം സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനുവരി മാസം വരെ TNA റെസ്ലിംഗുമായിട്ടായിരുന്നു ഇൻസ്പിറേഷൻ്റെ കോൺട്രാക്റ്റ്. അത് പുതുക്കാതെയാണ് AEWയിലേക്കുള്ളൊരു കൂടുമാറ്റത്തിന് ഇവർ തയ്യാറായിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ജോൺ മോക്സ്ലി, ഡെത്ത് റൈഡേഴ്സ് തുടങ്ങിയവരുടെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. AEW ഡൈനാമൈറ്റ് എപ്പിസോഡും കൊളീഷൻ വീക്ക്ലി എപ്പിസോഡ്സൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്ന പോയിന്റ് വളരെ കൃത്യമായി മനസ്സിലാകും. ഇനിയിപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് അവരുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫാക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് ജോൺ മോക്സ്ലിയുടെ ഒരു ക്യാരക്ടർ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജോൺ മോക്സ്ലി എന്ന് പറയുന്നത് ഒരു ചാമ്പ്യൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കുന്നു. പഴയൊരു ക്രൂരതയൊന്നും അദ്ദേഹത്തിൻ്റെ ഇടയിലില്ല. ഇപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞ 2 ദിവസം മുൻപ് നടന്ന ഇവൻറ്റിൽ തന്നെ ഡെത്ത് റൈഡേഴ്സ് എന്ന ടീം പരാജയപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയ വില്ലർ യൂട്ടിയോട് ജോൺ മോക്സ്ലി വന്ന് പറയുന്നത് കൊടുത്ത വാക്ക് പാലിക്കണം എന്നാണ്. ആ കൊടുത്ത വാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വില്ലർ യൂട്ടോയുടെ തല ഷേവ് ചെയ്യണം, മുടി കളയണം എന്നുള്ളൊരു സ്റ്റിപ്പുലേഷനാണ് അവർ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നീ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ താരത്തെ പിന്നെയും റിങ്ങിലേക്ക് കൊണ്ടുപോകുകയാണ്. അപ്പോൾ വളരെ സോഫ്റ്റായി മാറിയിട്ടുള്ള ജോൺ മോക്സ്ലിയുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ കാണിക്കുമ്പോൾ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമിൽ നിന്ന് ജോൺ മോക്സ്ലിയെ പുറത്തേക്ക് അവർ കൊണ്ടുവരുന്നതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ജോൺ മോക്സ്ലിയെ ആ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്തേക്കാം. അങ്ങനെ ജോൺ മോക്സ്ലിയുടെ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ഫേസ് ടേണിലേക്കുള്ള ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ജോൺ മോക്സ്ലിയെ ഫേസ് ആക്കിയാൽ AEWന് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോൺ മോക്സ്ലിയുടെ ഫേസ് ടേണിന് കുറേയധികം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് ഇപ്പോൾ ഡെത്ത് റൈഡേഴ്സ് ടീമിന് വേണ്ടിയിട്ട് വില്ലൻ കഥാപാത്രമാണ് ജോൺ മോക്സ്ലി ചെയ്യുന്നത്. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നാൽ ഒരു പുതുമയുണ്ടാകും. അത് ഇനിയുള്ള ഡൈനാമൈറ്റ് കൊളീഷൻ എപ്പിസോഡ്സിൽ ഇനി പെട്ടെന്ന് നടക്കുമെന്നല്ല, ഇനിയുള്ള മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ്, മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിനെ സംബന്ധിച്ചാണ്. ഇന്നലെ സെത്ത് റോളിൻസിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. സെത്ത് റോളിൻസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, റിങ്ങിലേക്ക് കയറാൻ സെത്ത് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സെത്തിൻ്റെ കൈക്കാണ് ഇഞ്ചുറി. ആ ട്രെയിനിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഞ്ചുറിയൊക്കെ മാറി സെത്ത് ഏകദേശം ഓക്കെ ആയ പോലെയാണ് തോന്നുന്നത്. റസൽമീനിയ 42 സെത്ത് റോളിൻസിൻ്റെ ഒരു മത്സരം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാർത്തകൾ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലറിനെതിരെയുള്ള സെത്ത് റോളിൻസിൻ്റെ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രോൺ ബ്രേക്കറിന് ഹെർണിയയുമായി ബന്ധപ്പെട്ട് സർജറിക്ക് വിധേയരാകേണ്ടി വന്നതും അതിനെ തുടർന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായതും സെത്ത് റോളിൻസ് ഇനി ആരെ നേരിടും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സെത്ത് എന്തായാലും ട്രെയിനിങ് ചെയ്യുന്ന വീഡിയോ വന്നത് സെത്തിൻ്റെ ആരാധകർ വലിയ
രീതിയിൽ നല്ലൊരു പോസിറ്റീവായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. സെത്തിൻ്റെ ഒരു തിരിച്ചുവരവ് റോയിലെ സ്റ്റോറി ലൈനുകൾ ഒന്നും കൂടി എൻഗേജിങ് ആകും എന്നുള്ളൊരു അഭിപ്രായമാണ് മൊത്തത്തിൽ ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു റിട്ടേൺ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചതാണ്. ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റസൽമേനിയ 42 ബ്രോക്ക് ലെസ്നർ ഒബാഫെമിയെയോ അല്ലെങ്കിൽ ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിനെയോ നേരിടാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഈ രണ്ട് പേരുകളെയും ഇപ്പോൾ വെട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരു പേര് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു റൂമേഴ്സ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്ലിംഗ് ഒബ്സർവറാണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് പ്രകാരം LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ബ്രോക്ക് ലെസ്നർ റെസ്ലമേനിയ 42 മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു മത്സരം ഏകദേശം ലോക്ക് ചെയ്ത് വെച്ച പോലെയാണ് ക്രിയേറ്റീവ് ടീം ഈ മത്സരത്തെ കാണുന്നത്. അതിനുള്ള ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 24 നടക്കുന്ന റോ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നർ അപ്പിയറൻസ് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു വാർത്തകളാണ് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം ബ്രോക്കിൻ്റെ റിട്ടേൺ LA നൈറ്റ് എന്ന റെസ്ലറിനെതിരെയുള്ള സ്റ്റോറിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ എന്നുള്ളത്. നിലവിൽ പോൾ ഹേമൻ്റെ നേതൃത്വത്തിലുള്ള ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ എതിരെയാണ് LA നൈറ്റിൻ്റെ സ്റ്റോറി. ദ വിഷൻ ടീമിനുമായി കുറച്ച് രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റെസ്ലർ തന്നെയാണ് ബ്രോക്ക് ലെസ്നർ. അപ്പോൾ അങ്ങനെ ഇവരെ കണക്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇനി നമുക്ക് ഫെബ്രുവരി 24 റോ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം. ബ്രോക്ക് ലെസ്നർ ഒബാഫെമി ഗുന്തർ എന്ന് പറയുന്ന റെസ്ലേഴ്സിനെ നേരിടാതെ LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിനെ നേരിടുന്നതിനെ സംബന്ധിച്ച് റെസ്ൽമേനിയയിൽ അത്തരത്തിലുള്ള ഒരു മത്സരം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.